അങ്ങനെ ബാബറി മസ്ജിദ് തകർക്കുന്നതിന് എല്ലാ തരത്തിലും ഒത്താശ ചെയ്ത കോൺഗ്രസിൻ്റെ കൂടെ അന്ന് കേരളത്തിൽ മന്ത്രിമാരായി ലീഗ് തുറന്നു. ഇതിൽ വ്യാപകമായ അമർഷം ലീഗ് അണികളിൽ തന്നെ. അപ്പോഴാണ് ഒറ്റപ്പാലം തിരഞ്ഞെടുപ്പ് വരുന്നത്. ആ ഒറ്റപ്പാലം തിരഞ്ഞെടുപ്പിൽ കണ്ട ഒരു കാഴ്ച, അന്നത്തെ പാണക്കാട് തങ്ങൾ എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന തങ്ങളാണ്. ഇപ്പോഴത്തെ സാദിഖലി തങ്ങളെ പോലെയല്ല. സാദിഖലി തങ്ങൾ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സാധാരണഗതിയിലുള്ള ഒരു അനുയായിയുടെ മട്ടിൽ പെരുമാറുന്നയാളാണ്. പക്ഷേ അന്നത്തെ തങ്ങൾ സർവരാലും ആദരിക്കപ്പെട്ട തങ്ങളായിരുന്നു. അദ്ദേഹം ലീഗ് അണികളെ തണുപ്പിക്കാൻ വേണ്ടി വന്നു. ഒരു വീട്ടിൽ വരുമെന്ന് നേരത്തെ അറിയിച്ചു. സാധാരണ തങ്ങൾ വന്നാൽ ഓടിക്കൂടുന്ന ലീഗുകാരെ കാണാനില്ല. അപ്പോൾ തങ്ങളെ ആ വീട്ടിലിരുത്തിക്കൊണ്ട് ചുറ്റുപാടുമുള്ള ലീഗ് പ്രവർത്തകരെയും ലീഗ് അണികളെയും ആ വീട്ടിലേക്ക് എത്തിക്കാൻ പോയി ചിലർ പറയാണ്, തങ്ങൾ വന്നിരിക്കുന്നുണ്ട്, നിങ്ങൾ വേഗം അങ്ങോട്ട് വരണം. പക്ഷേ ഈ പറഞ്ഞ ആളുകൾ അത് ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അങ്ങോട്ട് പോകാൻ തയ്യാറായില്ല. യോഗം നടത്താനാവാതെ വരുന്ന അവസ്ഥയുണ്ടായി. ഇത്ര കടുത്ത പ്രതിഷേധം അന്ന് ഉയർന്നു വരാനിടയായത് എന്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു? ഈ പറയുന്ന ശരിയായ നിലപാട് സ്വീകരിക്കാൻ കഴിയാത്തതുകൊണ്ട്, കോൺഗ്രസിനോട് ഒട്ടിനിന്ന് അതിൻ്റെ ഭാഗമായി കോൺഗ്രസ് കാണിച്ച തെറ്റായ നിലപാടിനെ എതിർക്കാനും അതിനോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്താനും കഴിയാത്തതുകൊണ്ട്. ഇപ്പോൾ ഒരാൾ വന്നപ്പോൾ സ്വാഭാവികമായും ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാലോ. ആ അറിയുന്ന കൂട്ടത്തിൽ ലീഗ് അണികളുമുണ്ടല്ലോ. പാലക്കാട്ടുള്ള ലീഗ് അണികളും മതനിരപേക്ഷ ചിന്താഗതിക്കാരും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരും എല്ലാം ഇദ്ദേഹം ഇന്നലെ വരെ എന്ത് നിലപാടായിരുന്നു സ്വീകരിച്ചത് എന്ന് നല്ലതുപോലെ അറിയാവുന്നവരാണല്ലോ. അവരിലെല്ലാമുള്ള അമർഷവും പ്രതിഷേധവും പാണക്കാട് പോയി രണ്ട് വർത്തമാനം പറഞ്ഞാൽ ശമിപ്പിക്കാൻ കഴിയുമോ എന്നതാണ് ഈ സന്ദർശനത്തിൻ്റെ പിന്നിലെന്ന് സ്വാഭാവികമായും മനസ്സിലാക്കാൻ കഴിയും. ഇത് വലതുപക്ഷ ക്യാമ്പ് UDF ചെന്നുപെട്ടിട്ടുള്ള ഗതികേടാണ് കാണിക്കുന്നത്. ഇന്നത്തെ പത്രത്തിൽ VD സതീശൻ്റെ ഒരു പ്രസ്താവന കാണാനിടയായി. അത് പണ്ട് പറയുന്നൊരു കഥയില്ലേ, അച്ഛൻ പത്തായത്തിലില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു കഥ, അതുപോലത്തതാണ്. അദ്ദേഹം ഇപ്പോൾ പറയാണ്, ഈ പറഞ്ഞയാൾ വന്നത് ഏതെങ്കിലും സ്ഥാനം
വാഗ്ദത്തിൻ്റെ ഭാഗമായല്ല. ഒരു MLA സ്ഥാനവും എവിടെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കാമെന്ന് അദ്ദേഹത്തിന് വാഗ്ദത്തം നൽകിയിട്ടില്ല. പൂച്ചു പുറത്തായി. എന്താണ് നടന്നത് എന്നതിൻ്റെ മറ്റൊരു ഭാഗം VD സതീശൻ പരസ്യമായി പറയുന്ന നിലയാണ് കാണുന്നത്. ഇത്തരത്തിലുള്ള അവസരവാദ നിലപാടുകളിലൂടെ നമ്മുടെ നാടിൻ്റെ പൊതുവായ അന്തരീക്ഷം മാറ്റിമറിക്കാമെന്ന് കരുതേണ്ട. ബോധപൂർവം നമ്മുടെ നാടിനെ മറ്റൊരു വഴിക്ക് തിരിച്ചുവിടാനുള്ള ശ്രമം നടത്തിയ, അതിന് ആകാവുന്ന എല്ലാം ചെയ്ത അത്തരമൊരാളെ ഒരു പ്രത്യേക ദിവസം ഏറ്റവും വലിയ മഹാത്മാവായി ചിത്രീകരിക്കാൻ വലതുപക്ഷ ക്യാമ്പ് ആകെ ഉരുമ്പെടുന്നത് പറ്റിയ ജാള്യതയുടെ ഭാഗമായി തന്നെയാണ്. ഇവിടെ ഇന്ന് ഒരു പ്രധാന പത്രത്തിൻ്റെ മിനിറ്റ് പ്രവർത്തനങ്ങളാണല്ലോ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത്. അതിൽ ഇവിടെയുള്ള നേതാക്കന്മാർ മാത്രമല്ല, കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ വരെ ഇതിൻ്റെ ഭാഗമായി ഓടിക്കൂടുന്നതാണല്ലോ കണ്ടത്. വലിയ പങ്കാളിത്തം അവരെല്ലാം വഹിച്ചുകൊണ്ടാണല്ലോ ഇത്തരമൊരു നീക്കം നടന്നത്. ഇത് നമ്മുടെ നാട്ടിൽ ഏത് തരത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടാക്കുന്നത് എന്ന് ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. ആ ആശങ്കയിൽ നിന്നാണ്, ആ വെപ്രാളത്തിൽ നിന്നാണ് ഉടനെ പാണക്കാട്ടേക്ക് പോകാൻ തീരുമാനിച്ചത് എന്ന് പകൽ പോലെ വ്യക്തമായിരിക്കുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങളെക്കുറിച്ച് മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ചില വാർത്തകൾ കെട്ടിച്ചമച്ചുണ്ടാക്കാൻ പറ്റുമോ എന്നാലോചിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി മലയാള മനോരമ ഇന്ന് കണ്ടെത്തിയത്, ഞങ്ങൾ ഇവിടെ ഒരു വലിയ പരിഹാസ്യമായ ഒരു ഗൂഢാലോചനയും അതിൻ്റെ ഭാഗമായുള്ള ഒരു കള്ളം മെനയലും നടന്നല്ലോ. EP ജയരാജൻ്റെ ഒരു ആത്മകഥ പ്രകാശനമെന്ന ഒരു കള്ളം. ഇവിടെ പുസ്തകങ്ങൾ എഴുതിയവരും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് കണ്ടവരുമായ ധാരാളം ആളുകളുണ്ടല്ലോ. ഏതെങ്കിലും ഒരു പുസ്തകം ആ ഗ്രന്ഥകർത്താവ് നല്ല ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുമ്പോൾ ആദ്യം പ്രകാശനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമില്ലാതിരിക്കുകയോ? ഏതായാലും പരിഹാസ്യമായതാണ്. ഞാൻ അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ കൂടുതലായിട്ട് പോകുന്നില്ല. പരിഹാസ്യമായി അതിൻ്റെ കള്ളം പെട്ടെന്ന് തന്നെ പുറത്തു വന്നു. ജയരാജൻ തന്നെ അത് വ്യക്തമാക്കി. അതിൽ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം, ആ ദിവസം നോക്കിയാണ് ആ വാർത്ത പുറത്തു വരുന്നത്. ആ വാർത്തയിൽ ഒരു ഭാഗം ഇവിടുത്തെ സ്ഥാനാർത്ഥി, LDFൻ്റെ സ്ഥാനാർത്ഥി സരിനെ കുറിച്ചായിരുന്നു. സരിനെ സഖാവ് ജയരാജൻ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്നായിരുന്നു. ഇത് പുസ്തകം എഴുതിയത് എപ്പോഴാണ്? സാധാരണ പുസ്തകം എഴുതി പ്രിന്റ് ചെയ്ത് വരണമെങ്കിൽ അതിനെടുക്കുന്ന സമയം എത്രയാണ്? അപ്പോൾ ആ ഘട്ടത്തിൽ സരിൻ എവിടെ എന്നുള്ളതിനെപ്പറ്റി ഒരു വ്യക്തതയും വന്നിട്ടില്ലല്ലോ. ആ നാളുകളിൽ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് തലേന്നല്ലാലോ എഴുതി കൊടുക്കുക. എഴുതേണ്ടത് നേരത്തെയല്ലേ. അപ്പോൾ പറയുന്ന